എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ലോകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, ഒരുപാട് പ്രശ്നങ്ങളും കുറച്ച് സന്തോഷങ്ങളുമായി കഴിയുന്ന ആളുകൾ. മറ്റൊന്ന്, ഒരുപാട് സന്തോഷങ്ങളും കുറച്ച് സങ്കടങ്ങളുമായി കഴിയുന്ന ചില ആളുകൾ. ഇതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആളുകൾ തന്നെയാണ് കൂടുതൽ. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും കുറച്ച് സന്തോഷങ്ങളുമായി കഴിയുന്ന ആളുകളാണ്. ഒരുപക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ ഒരുപാട് സന്തോഷങ്ങളും കുറച്ച് സങ്കടങ്ങളുമായിട്ട് കഴിയുന്നുള്ളൂ. ഏതായാലും സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഈ ഏറ്റക്കുറച്ചിലുകൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്രത്തോളം വിജയിച്ചു എന്ന് പറയാനാവുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവനവൻ്റെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും നമ്മൾ സക്സസ് ആവുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ സന്തോഷങ്ങളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ അല്ല. അത് ജീവിതത്തിൽ ഒരാൾ സ്വയം നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയും പോലെ, വിജയം എന്ന് പറയുന്നതിന് വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേരുവകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ നമ്മൾ മാറുമ്പോഴല്ലേ നമ്മുടെ ജീവിതം മാറുന്നുള്ളൂ. നമ്മൾ മാറാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടെത്താൻ പറ്റില്ല, അല്ലേ? രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, വ്യായാമം ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ മാറുമ്പോഴേ നമ്മുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലേ? എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാലോ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനോ വ്യായാമം ചെയ്യാനോ പറ്റില്ല. നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, ഒരു പുരോഗതി ഉണ്ടാവില്ല. എന്ന് പറയും പോലെ ഏത് കാര്യത്തിലും ജീവിതത്തിൻ്റെ വിജയം എന്നാകത്തുകയിൽ ഒരു മനുഷ്യൻ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ മാറ്റങ്ങളിലൂടെയാണ് ഒരാൾ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ചില കാര്യങ്ങളിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റമാണ് പിന്നീട് വിജയമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് മാറേണ്ടത് എന്ന് നോക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ മാറേണ്ടതുണ്ട്. ഒന്ന്, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ മോശമാണെന്നായി. 2, നമ്മുടെ ശീലങ്ങൾ മാറണം. നിലവിലുള്ള ഇതുവരെ നമ്മൾ കൊണ്ടു നടന്ന ശീലങ്ങളിൽ നിന്ന് നമുക്ക് വിജയപ്രദമായ രീതിയിലുള്ള ശീലങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടേണ്ടതുണ്ട്. 3, നമ്മുടെ ചിന്തകൾ മാറണം. നമ്മുടെ ചിന്തകളൊക്കെ വളരെ മോശമാണ്, ഇടുങ്ങിയ ചിന്താഗതികളാണ്, അത് മാറണം. 4, നമ്മുടെ സ്വഭാവം മാറണം. സ്വഭാവം അങ്ങനെ മാറ്റാൻ പറ്റും. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഏതായാലും ഈ 4 കാര്യങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, പരിശോധിക്കാം, ഒന്ന് വിശകലനം ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ മോശമാണ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഉത്തരവാദി പലപ്പോഴും നമ്മൾ മാത്രമല്ല, നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യത്തിനും വലിയ പങ്കുണ്ട്. അതായത് കുട്ടിക്കാലം മുതലേ നമ്മൾ വളരെ സാധാരണക്കാരായിട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക, അല്ലെ? വളരെ കഷ്ടപ്പെട്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിലൊക്കെ ആയിരിക്കാം നമ്മൾ ജനിച്ച് വളർന്നിട്ടുണ്ടാവുക. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ അത്രയ്ക്കേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാർ പോലും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചൊരു കാര്യമുണ്ട്: നീ വളരെ സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, നിനക്ക് പണക്കാരനെ പോലെയൊന്നും ജീവിക്കാൻ പറ്റില്ല, നീ അവരെ പോലെയൊന്നും കണ്ട അങ്ങനെയൊന്നും ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കണ്ട, നിനക്കതൊന്നും പറ്റില്ല എന്ന് കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുകൾ ഇൻജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിന്തകളെ പൊട്ടിച്ചെറിയാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. ഇത് പേര് നടക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വളരെ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ചു വളർന്ന വളരെ സാധാരണക്കാരായിട്ട് ആളുകളാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അത് നമ്മളെ പലപ്പോഴും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല.
ഉയർന്ന കാഴ്ചപ്പാടുകളാണ് ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഈ സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളോട്, പണക്കാരായിട്ടുള്ള ആളുകളോട്, ജീവിതത്തിൽ വിജയിച്ച ആളുകളോടൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പുച്ഛം തോന്നാറുണ്ട്. അവരെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്, അല്ലേ? ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് പറയാറുണ്ട് പല ആളുകൾ. അതൊക്കെ അയാൾ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന്. പക്ഷെ ഓർക്കുക, ജീവിതത്തിൽ ഒരാളുടെ വിജയം അങ്ങനെ സ്വാഭാവികമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അയാളുടെ അധ്വാനമുണ്ട്, അയാളുടെ ചില ജീവിതത്തിൽ അയാൾ വരുത്തിയ വലിയ വലിയ മാറ്റങ്ങളുണ്ട്, അയാളുടെ മികച്ച കാഴ്ചപ്പാടുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ, അയാളുടെ മനസ്സിൽ അയാൾ കൂട്ടിച്ചേർത്തതിൻ്റെ ഫലമായിട്ടാണ് അയാളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടായത്. വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ അയാൾ കൃത്യമായി ജീവിതത്തിൽ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. നമ്മൾ വിജയിച്ച ആളുകളെ കുറ്റം പറയുന്നു. അങ്ങനെ കുറ്റം പറയുമ്പോൾ നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് അത് മാറ്റപ്പെടുകയാണ് എന്ന് നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറണം. കുട്ടിക്കാലം മുതലേ നിങ്ങളിൽ ഇൻജക്ട് ചെയ്ത കാര്യമാണെങ്കിൽ പോലും, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കോൺക്രീറ്റ് പോലെ സെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ പൊട്ടിച്ചെറിയണം. ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് അവനവൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളും കഴിവുകളും ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഈ ലോകത്തിൽ നമുക്ക് ചിലത് അടയാളപ്പെടുത്താൻ തന്നെയാണ് നമ്മളൊക്കെ ജനിച്ചു വീണിരിക്കുന്നത്. ആ കാഴ്ചപ്പാട് നമ്മൾ മറന്നു പോകരുത്, ചേർത്ത് പിടിക്കണം. നമ്മുടേതായിട്ടുള്ള ചിലത് അടയാളപ്പെടുത്തണം. സന്തോഷമുള്ള ഒരു ജീവിതത്തെ എല്ലാവരെയും പോലെ, അല്ലെങ്കിൽ വിജയിച്ച ഏതൊരാളെയും പോലെ എനിക്കും നേടിയെടുക്കാൻ സാധിക്കും എന്ന കാഴ്ചപ്പാട്, അതിനുവേണ്ടിയുള്ളതെല്ലാം എന്നിലുണ്ട് എന്ന ഒരു മനസ്സിലാക്കൽ, അത് നമുക്കുണ്ടാവണം. ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഇന്നു മുതൽ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങളിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റമായിട്ട് പിൽക്കാലത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാനുള്ളത്, നിങ്ങളുടെ ശീലങ്ങൾ മാറണം. പലപ്പോഴും ശീലങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക, ആഹാരശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ ആഹാരശീലങ്ങളും വ്യായാമങ്ങളും മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും ജീവിതത്തിൻ്റെ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായി ചെയ്യുന്നതെല്ലാം നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുക എന്ന് പറയുന്നത്, ആ പെരുമാറ്റം ഒരു ശീലമാണ്. നിങ്ങൾക്കൊരു അവധി ദിവസം കിട്ടി, പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? മൂടിപ്പുതച്ച് കിടന്നുറങ്ങും. എന്നാൽ ഒരു ഞായറാഴ്ച നിങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളോടൊപ്പം, പാർട്ട്ണറോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ദിവസവും വീട്ടിൽ നിന്നല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. ഇന്ന് പുറത്ത് പോയി കഴിക്കാം എന്ന രീതിയിൽ നിങ്ങൾ മക്കളെയും പാർട്ട്ണറെയൊക്കെ കൂട്ടി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ പുറത്തു പോവുക, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, സ്വസ്ഥമായ ഒരിടത്തിരുന്ന് കുറച്ച് സമയം സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നതിൻ്റെ കാരണമായി മാറുന്നുണ്ട്. അതൊരു ശീലമായി മാറട്ടെ. എപ്പോഴും ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കുന്നൊരു ശീലം, മനസ്സ് തുറന്ന് സംസാരിക്കുന്നൊരു ശീലം, അതൊരു ശീലം തന്നെയാണ്. മക്കളോട് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു ശീലം, സമയം കിട്ടുമ്പോഴൊക്കെ, അതും ഒരു ശീലം തന്നെയാണ്. ഈ ഒരു ശീലം പലപ്പോഴും നമുക്കില്ല എന്ന് കാണാൻ പറ്റും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമുക്ക് ആ ശീലം ഉണ്ടായിരുന്നു, അല്ലേ? പാർട്ട്ണറോട് വാതോരാതെ മണിക്കൂറുകളോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാലം കടന്നു പോയപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു. പിന്നീട് ജീവിതത്തിൻ്റെ മറ്റു തിരക്കുകളിലേക്ക് മാഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, തുറന്നു പറച്ചിലുകളില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ശീലം അത് നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ നിന്നുള്ള ആ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ജീവിതത്തിൽ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുടെ, പോസിറ്റീവായ എനർജികളുടെ കൂടിച്ചേരലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച ശീലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നൊരു ശീലം, എല്ലാവരെയും സ്നേഹിക്കുന്നൊരു ശീലം, എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നൊരു ശീലം, ഇതൊക്കെ ശീലങ്ങൾ തന്നെയാണ്. നല്ല വായനാശീലം, ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഒരിത്തിരി സമയം എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക.
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നിരന്തരമായിട്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് മാത്രമേ ശീലമായിട്ട് പെടുകയുള്ളൂ. അല്ലാതൊന്നും നമ്മുടെ ശീലമായി പെടുത്താനാവില്ല. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഇവരെയൊക്കെ കൂട്ടിയിട്ട് പുറത്തു പോയിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മുടെ സഹപ്രവർത്തകരോട് സ്നേഹത്തോടെ ഇടപഴകിയിട്ട് കാര്യമില്ല. ഇത് ജീവിതത്തിന്റെ ശീലമാവണം. തുടർച്ചയായി ചെയ്യുന്നത് മാത്രമേ ശീലമായിട്ട് നമുക്ക് കണക്കാക്കാനാവുകയുള്ളൂ. മികച്ച ശീലങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും നോക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല വ്യായാമം ചെയ്യുക, നല്ല ആഹാരശീലം നമ്മൾ അവലംബിക്കുക. രുചിക്കൂട്ടുകളിലേക്കല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരങ്ങളെ അറിഞ്ഞ് നമ്മൾ കഴിക്കുക. നിറക്കൂട്ടുകളിലേക്കും രുചിക്കൂട്ടുകളിലേക്കും നമ്മൾ പോകുമ്പോൾ ആഹാരശീലങ്ങളിൽ അത് നമ്മളെ പരാജയപ്പെടുത്തും. നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഘടകമാണ്. മികച്ച ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനും ഒരു കരുത്തുണ്ടാകുന്നത്. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം ഒരിക്കലും നമുക്ക് ആസ്വദിക്കുവാനോ ആഘോഷിക്കുവാനോ കഴിയില്ല. അപ്പോൾ മികച്ച ശീലങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചിന്തകൾ മാറണം. നമ്മുടെ ചിന്തകൾ പലപ്പോഴും മോശമാണ്. ജീവിതത്തെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നത് അത്ര ബെറ്റർ ആയിട്ടല്ല എന്നുള്ളതാണ്, അല്ലേ? പലപ്പോഴും ജീവിതത്തെ ഓരോ ദിവസവും ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ച് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ദിവസവും നല്ല രീതിയിൽ കടന്നുപോയാൽ മതി. അതിലപ്പുറം നമുക്ക് ലക്ഷ്യങ്ങളുണ്ടോ? നമുക്ക് സ്വപ്നങ്ങളുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഭാവി പദ്ധതികളുണ്ടോ? അതിനുവേണ്ടി മാറ്റിവെക്കണം നിങ്ങളുടെ ചിന്തകളെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. ആഗ്രഹങ്ങൾക്ക് വേണ്ടി, കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഭാവി പദ്ധതികൾക്ക് വേണ്ടി നിരന്തരമായിട്ട് നമുക്ക് ചിന്തിക്കാനാവണം. ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുമെന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഉയർന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. നമ്മൾ ഒരു സുഹൃത്തിനിടുന്ന കടം വാങ്ങിച്ചു, അത് കൃത്യസമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് കഷ്ടപ്പെട്ട് ആ സൗഹൃദമൊക്കെ ഇടങ്ങേറായെങ്കിലും നമ്മൾ ആ കടമൊക്കെ കൊടുത്തു. പക്ഷേ ആ സൗഹൃദം നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ, ഇനി ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എനിക്ക് എന്തെങ്കിലും പുതിയ വഴികൾ കണ്ടെത്തണം, സാമ്പത്തികമായി എനിക്ക് മെച്ചപ്പെടണം, ആ സൗഹൃദത്തെ എനിക്ക് ഒരിക്കൽ കൂടി വീണ്ടെടുക്കണം, എൻ്റെ തെറ്റുകൾ എനിക്ക് തിരുത്തണം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കടം വാങ്ങി ആ സൗഹൃദം നഷ്ടപ്പെട്ട ആൾ വീണ്ടും വീണ്ടും കടം വാങ്ങിയിട്ട് പിന്നെയും ഒരുപാട് സൗഹൃദങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകൾ മോശമാണ്. ജീവിതത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി, ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിന്തകൾ നമ്മളിൽ രൂപപ്പെടുന്നില്ല എന്ന് കാണാൻ പറ്റും. നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മാറി ചിന്തിക്കുവാൻ നമ്മൾ എപ്പോഴാണോ തയ്യാറാവുന്നത് അപ്പോൾ മാത്രമേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മൾ എന്താണോ നിരന്തരമായി ചിന്തിക്കുന്നത് അത് മാത്രമേ നമ്മൾ ആയിത്തീരുകയുള്ളൂ. നമ്മൾ ചിന്തിക്കാത്തതൊന്നും നമ്മൾ ആയിത്തീരില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഉയർന്ന രീതിയിൽ ഒരു നല്ല ലക്ഷ്യം കണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റിയാൽ അവിടെയാണ് നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങളൊരു സ്ഥലത്ത് ഇങ്ങ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടൗണിൽ ഇങ്ങ് നിൽക്കുകയാണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം, പക്ഷേ നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ ചിന്ത എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതാണ് നിങ്ങൾ ചെയ്യുക. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ കയറും. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഭക്ഷണം തന്നെ വേണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ തിരഞ്ഞുപിടിക്കും എന്ത്? ഹോട്ടൽ, അല്ലെ? നിങ്ങൾ ഹോട്ടലിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചിന്തകൾക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന്. അപ്പോൾ ചിന്തകൾ നെഗറ്റീവായാൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, പല ആളുകളും നല്ല ആളുകളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോയ ആളുകളുണ്ടാവും, അല്ലെ? അവരോട് നമുക്ക് വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എന്നാൽ ഈ വെറുപ്പും ദേഷ്യവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനസ്സവിടെ സന്തോഷത്തോടു കൂടിയാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും, അല്ലെ? അങ്ങനെ ചിന്തിച്ച് ജീവിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ മലിനമാക്കപ്പെടുന്നത് നമ്മുടെ മനസ്സാണ്, അവരുടെ ജീവിതമല്ല. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാം. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മുടെ സന്തോഷങ്ങളിലേക്ക്, നമ്മുടെ നേട്ടങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ പരാജയപ്പെടുന്ന കാരണങ്ങളായി മാറും. ഇവിടെയാണ് ചിന്തകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. പോസിറ്റീവായി ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക.
മികച്ച രീതിയിൽ ചിന്തിക്കുക, ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുക. ഇതൊക്കെ എനിക്ക് സാധ്യമാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയുള്ള വളരെ പോസിറ്റീവായ മികച്ച ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ സ്വഭാവം മാറ്റുക. അത് വലിയ പാടാണ് അല്ലേ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവിടെ വർക്കൗട്ട് ആവണം. എന്ത്? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം, നമ്മുടെ ചിന്തകൾ മാറണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവവും മാറും. ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഭാര്യ, അവൾ ഒറ്റയ്ക്ക് വീട്ടിനുള്ളിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരാളല്ല എന്ന ഒരു ചിന്ത, എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം മാറും, ഇല്ലേ? അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഞാൻ അവരെ കെയർ ചെയ്യും. ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും കുറച്ചുകൂടി വ്യത്യസ്തമാണ്, കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വഭാവവും നമുക്ക് മാറ്റാൻ പറ്റും. അനാവശ്യമായിട്ട് വഴക്കിടുന്ന ഒരാളായിരുന്നു ഇന്നലെ വരെ നിങ്ങൾ. എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവിടെ കുഴപ്പമുണ്ടാക്കും, തല്ലുകൂടും, വഴക്കുകൂടും. പക്ഷേ സ്വയം ചിന്തിക്കുക, അവനും നമ്മളെ പോലെ, അല്ലെങ്കിൽ അവരും നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. അവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ തെറ്റുകൾ സ്വാഭാവികമല്ലേ? അപ്പൊ അത് നല്ല രീതിയിൽ പറഞ്ഞ് നല്ല സൗഹൃദാന്തരീക്ഷത്തിൽ നമുക്ക് പിരിയുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചാൽ, ജീവിതത്തെക്കുറിച്ച് ആ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എല്ലാവരോടൊന്നും വഴക്ക് പറയില്ല. നമ്മൾ കുറച്ചുകൂടി സൈലന്റ് ആവാൻ ശ്രമിക്കും. അപ്പോൾ ചിന്തകളും കാഴ്ചപ്പാടുകളും മാറുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവം മാറുന്നുണ്ട്. ഏതൊരു മനുഷ്യനും അവനവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് സാധ്യമാവണമെന്നില്ല. എന്നിരുന്നാൽ പോലും ശ്രമങ്ങളിലൂടെ, കുറച്ച് ദിവസങ്ങളിലൂടെ ആ മാറ്റങ്ങൾ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഴിയും. മാറണം, അതാണ് അടിസ്ഥാനപരമായ കാര്യം. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ നമുക്ക് വളരാനാവില്ല എന്ന് തിരിച്ചറിയണം. അവിടെ നമ്മൾ ഒറ്റപ്പെടും. മോശമായിട്ടുള്ള സ്വഭാവ രീതിയാണ് നമുക്കെങ്കിൽ, എല്ലാവരെയും വെറുപ്പിക്കുന്ന, ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാനോ നമ്മുടെ പ്രശ്നങ്ങളിൽ ഒരു സഹായത്തിന് ഒരാൾ ഓടി വരാനോ തയ്യാറാവില്ല. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ജീവിത വിജയത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ തന്നെ നമ്മുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മികച്ച വ്യക്തിത്വം ജീവിത വിജയത്തിന്റെ അടിത്തറയാണ്. അത് കുടുംബത്തിലായാലും, നമ്മുടെ പാർട്ട്ണറോടായാലും, മക്കളോടായാലും, അച്ഛനമ്മമാരോടായാലും, സുഹൃത്തുക്കളോടായാലും, സഹപ്രവർത്തകരോടായാലും, നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഏതൊരു മനുഷ്യനോടായാലും അവരോടൊക്കെ നല്ല രീതിയിൽ, നല്ല മനസ്സോടെ നമ്മൾ പെരുമാറുക. അത് നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക. 2, നിലവിലുള്ള നമ്മുടെ ശീലങ്ങളെ മാറ്റുക. നിലവിലുള്ള നമ്മുടെ ചിന്തകളെ മാറ്റുക. നിലവിലുള്ള നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുക. ഈ 4 കാര്യങ്ങളിലും മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം വിജയപ്രദമായ ഒരു റൂട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങും എന്നുള്ളതാണ്, സഞ്ചരിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും ഈ 4 കാര്യങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് അവനവന്റെ ജീവിതത്തിൽ മാറ്റം ആരംഭിച്ചു തുടങ്ങിയത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.